Hi dears, how are you? Welcome to this channel Easy English in Malayalam. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് കുറച്ച് ഓക്സിലിയറി വേർബ്സ് ആണ്. നിങ്ങളെല്ലാവരും യൂസ് ചെയ്തിട്ടുണ്ടാവും. ഡു, ഡസ്, ഡിഡ്. ഇത് ഓക്സിലിയറി വേർബ് ഓർ സപ്പോർട്ടിംഗ് വേർബാണ്. ഏതെങ്കിലും ഒരു ആക്ഷനെ പറ്റി പറയുമ്പോഴാണ് നമ്മൾ ഈ വേർബ്സ് യൂസ് ചെയ്യുന്നത്. പ്രധാനമായിട്ടും ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുമ്പോഴും അതുപോലെ തന്നെ നെഗറ്റീവ് സെൻറ്റൻസസ് ഉണ്ടാക്കുമ്പോഴുമാണ് നമ്മൾ ഈ ഓക്സിലറി വേർബ് അല്ലെങ്കിൽ സപ്പോർട്ടിംഗ് വേർബ് യൂസ് ചെയ്യുന്നത്. നെഗറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത് ഒരു കാര്യം അങ്ങനെയല്ല എന്ന് നിഷേധിക്കുന്ന രീതിയിലുള്ള സെൻറ്റൻസിനെയാണ് നമ്മൾ നെഗറ്റീവ് സെൻറ്റൻസ് എന്ന് പറയാം. ഐ ഡോണ്ട് ലൈക്ക് ദിസ്, ഐ ഡോണ്ട് വാണ്ട് ദാറ്റ്, അങ്ങനെയൊക്കെ പറയുന്ന സെൻറ്റൻസസ് ആണ് നെഗറ്റീവ് സെൻറ്റൻസസ് എന്ന് പറയുന്നത്. ഒരു വെർബിൻ്റെ കൂടെ ഓക്സിലിയറി വെർബ് അല്ലെങ്കിൽ സപ്പോർട്ടിംഗ് വെർബ് ഡു, ഡിഡ്, ഡസ് ഇത് ഏതെങ്കിലും യൂസ് ചെയ്യുമ്പോൾ വെർബിൻ്റെ വളരെ നോർമലായിട്ടുള്ളൊരു ഫോമാണ് യൂസ് ചെയ്യുന്നത്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഷീ ഡസ് ലൈക്ക് ഇറ്റ്, അവളത് ഇഷ്ടപ്പെടുന്നു. ഇനി ഓക്സിലിയറി വെർബ് ഡസ് റിമൂവ് ചെയ്യുകയാണെങ്കിൽ ഈ സെയിം സെൻറ്റൻസ് നമ്മൾ എങ്ങനെ എഴുതും? ഷീ ലൈക്സ് ഇറ്റ്. ഇവിടെ നമ്മൾ ലൈക്കിൻ്റെ കൂടെ എസ് ചേർത്ത് ലൈക്സ് ആക്കി. സബ്ജക്റ്റ് ഷീ ആയതുകൊണ്ട്, സിംഗുലർ ആയതുകൊണ്ട് ഷീ ലൈക്സ് ഇറ്റ് എന്ന് എഴുതി. പക്ഷെ ഡസ് ചേർത്തപ്പം ഡസ് ലൈക്ക്, ആ എസ് അവിടെ ഡസ് എന്ന് പറയുന്നത് സിംഗുലറിനെ സൂചിപ്പിക്കുന്നതുകൊണ്ട് ഡസ് ആ വെർബിൻ്റെ കൂടെ നമ്മൾ എസ് ചേർക്കേണ്ട ആവശ്യമില്ല. ഷീ ഡസ് ലൈക്ക്, അത്രയും മതി. ഇതുപോലെ നമ്മൾ ഡസ് യൂസ് ചെയ്തുകൊണ്ടുള്ള കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഹീ ഡസ് നോ ദി ആൻസർ. ഇവിടെ ഉറപ്പിച്ച് പറയാണ് അയാൾക്കതറിയാം. ഒരു സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. നോ എന്നുള്ള വെർബിന് ഡസ് നോ എന്ന് പറയുമ്പോൾ ഒരു സപ്പോർട്ട്, കുറച്ചുകൂടി ഒരു സ്ട്രെസ് ചെയ്തിട്ട് തർപ്പിച്ച് പറയാണ് അയാൾക്ക് ആൻസർ അറിയാം. ഇനി ഇതെങ്ങനെ നമ്മൾ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാം? വാട്ട് ഡസ് ഹീ നോ? അയാൾക്ക് എന്താണ് അറിയുക? ഡസ് ഹീ നോ ദി ആൻസർ? അയാൾക്ക് ആൻസർ അറിയുമോ? ഡസൻ ഹീ നോ ദി ആൻസർ? അയാൾക്ക് ആൻസർ അറിയില്ലേ? യെസ് ഹീ ഡസ്, അതെ അയാൾക്ക് അറിയാം. ഇറ്റ് ഡസ് ലുക്ക് ബ്യൂട്ടിഫുൾ, അത് വളരെ ഭംഗിയുണ്ട്. ഡസ് ഇറ്റ് ലുക്ക് ബ്യൂട്ടിഫുൾ, അത് ഭംഗിയുണ്ടോ കാണാൻ? ദി ഫുഡ് ഡസ് ടേസ്റ്റ് ഗുഡ്, ഭക്ഷണം നല്ല സ്വാദുണ്ട്. ഡസ് ദ ഫുഡ് ടേസ്റ്റ് ഗുഡ്, ഭക്ഷണം സ്വാദുണ്ടോ? ഡസിൻ ദ ഫുഡ് ടേസ്റ്റ് ഗുഡ്, ഭക്ഷണം സ്വാദില്ലേ? ഇറ്റ് ഡസ് മേക്ക് സെൻസ്, അത് മീനിങ് ഫുള്ളാണ്. ഇറ്റ് ഡസ് ഹെൽപ്പ് എ ലോട്ട്, അത് വളരെയധികം സഹായിക്കും. ഷീ ഡസ് കുക്ക് ബൈ ഹെർസെൽഫ്, അവൾ സ്വയം പാചകം ചെയ്യുന്നു. വാട്ട് ഡസ് ഹി ഈറ്റ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്, അവൻ എന്താണ് ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാറുള്ളത്? ഇത് റെഗുലറായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, റുട്ടീൻസിനെയൊക്കെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നോർമലായിട്ട് നമ്മൾ ഡു, ഡസ് എന്നൊക്കെ യൂസ് ചെയ്യുന്നത്. ഇനി അതുപോലുള്ള കുറച്ച് എക്സാമ്പിൾസ് വേറെ നോക്കാം. ഡസ് യുവർ മോം വർക്ക്, നിൻ്റെ അമ്മ വർക്ക് ചെയ്യുന്നുണ്ടോ? വേർ ഡസ് ഷീ വർക്ക്, എവിടെയാണ് നിൻ്റെ അമ്മ വർക്ക് ചെയ്യുന്നത്? വൈ ഡസ് ഷീ വർക്ക്, അവർ എന്തിനാണ് ജോലി ചെയ്യുന്നത്? വെൻ ഡസ് ഷീ ഗോ ടു വർക്ക്, അവർ എപ്പോഴാണ് ജോലിക്ക് പോകുന്നത്? ഹൗ ഡസ് ഷീ ഗോ ടു വർക്ക്, അവർ എങ്ങനെയാണ് ജോലിക്ക് പോകുന്നത്? ഡസ് ഹീ ഡ്രൈവ് കാർ, അവൻ കാർ ഓടിക്കുമോ? ഡസ് ഹീ വാച്ച് ടി വി ഡെയിലി, അവൻ ദിവസവും ടി വി കാണാറുണ്ടോ? ഡസ് ഇറ്റ് വർക്ക് പ്രോപ്പർലി, അത് ശരിയായി പ്രവർത്തിക്കുന്നുണ്ടോ? ഡസ് ഇറ്റ് റെയിൻ ഹിയർ ഓഫൻ, ഇവിടെ അധികം മഴയുണ്ടോ? ഇനി ഇതുപോലുള്ള സാമ്പിൾ സെൻറ്റൻസസ് നിങ്ങൾ ഡെയിലി ലൈഫിൽ നിന്നുള്ള എക്സാമ്പിൾസ് എടുത്തിട്ട് ക്രിയേറ്റ് ചെയ്ത് നോക്കുക. അങ്ങനെ സെൻറ്റൻസസ് ക്രിയേറ്റ് ചെയ്ത് നോക്കുക മാത്രമല്ല, അത് നമ്മളത് റിപ്പീറ്റ് ചെയ്ത് പറയണം. അപ്പോഴാണ് അതിൻ്റെ ഒരു ഫ്ലുവൻസി നമുക്ക് കിട്ടുള്ളൂ. നെക്സ്റ്റ് നമുക്ക് ഡു എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ ഇത്ര നേരം നമ്മൾ ഡസ് ആണ് നോക്കിയത്.
അപ്പോൾ ഡു എന്ന് പറയുന്ന ഓക്സിലിയറി വേർബ് ഇങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കാം. ഇതുവരെ നമ്മൾ സബ്ജക്റ്റ് സിംഗുലർ ആയിരുന്നു, അതായത് ഷീ, ഹി, ഇറ്റ് അങ്ങനെയുള്ള സിംഗുലർ ആയിട്ടുള്ള സബ്ജക്റ്റുകളുടെ കാര്യമാണ് പറഞ്ഞത്. അവൾ ജോലിക്ക് പോകാറുണ്ടോ, അവൾക്ക് കുക്കിംഗ് ഇഷ്ടമാണോ, തന്നെ കുക്കിംഗ് ചെയ്യുമോ, അല്ലെങ്കിൽ അവൻ ഡ്രൈവ് ചെയ്യുമോ, അങ്ങനെയുള്ള ഒറ്റ ആളുടെ കാര്യമാണ് പറഞ്ഞത്. പക്ഷേ ഇത് കുറേ ആൾക്കാരുടെ കാര്യമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഡസ് യൂസ് ചെയ്യാൻ പറ്റില്ല. അതിന് പകരം നമ്മൾ ഡു ആണ് യൂസ് ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ ഞാൻ വേറൊരാളോട് ചോദിക്കുകയാണ്, ഡു യു ലൈക്ക് മ്യൂസിക്? അപ്പോൾ ഇവിടെ ഞാൻ യു ആണ് യൂസ് ചെയ്യുന്നത്. യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരാളാണെങ്കിലും കുറേ പേരാണെങ്കിലും യു നമ്മൾ പ്ലൂറലായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഡു ഇവിടെ യൂസ് ചെയ്തത്. ഡു ദേ വർക്ക് ഹാർഡ്? അവർ കഠിനമായി പരിശ്രമിക്കുന്നുണ്ടോ? ഡു ദ ടീച്ചേഴ്സ് ഗോ അലോങ് വിത്ത് ദം? ടീച്ചേഴ്സ് അവരുടെ കൂടെ പോകുന്നുണ്ടോ? ഡു ദ ക്ലയൻറ്റ്സ് പാർട്ടിസിപ്പേറ്റ് ഇൻ ദ മീറ്റിംഗ്? ക്ലയൻറ്റ്സ് മീറ്റിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടോ? ഡു ദ ഫിഷർമെൻ യൂസ് ലൈഫ് ജാക്കറ്റ്സ്? ഫിഷർമെൻ ലൈഫ് ജാക്കറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ടോ? ഇനി ഇതുപോലെയുള്ള എക്സാമ്പിൾസ് നിങ്ങൾ സ്വയം ഉണ്ടാക്കി നോക്കുക. ഡെയിലി ലൈഫിൽ ഓരോ കാര്യങ്ങളും നമ്മൾ സെൻറ്റൻസസ് ആക്കിയെടുത്ത് അത് ഡു ഉപയോഗിച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി നോക്കുക. അതുമാത്രമല്ല, നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന സെൻറ്റൻസസ് നിങ്ങൾ പല തവണ പറഞ്ഞു നോക്കുകയും വേണം. ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രസൻറ്റിൽ നടക്കുന്ന കാര്യങ്ങളെ പറ്റിയിട്ടാണ്. അവരങ്ങനെ ചെയ്യുന്നുണ്ടോ, അവരത് ഇഷ്ടപ്പെടുന്നുണ്ടോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ആണ് പറഞ്ഞത്. പ്രസൻറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇനി നമ്മളിതിൽ പാസ്റ്റ് ടെൻസിൽ കഴിഞ്ഞുപോയ കാര്യങ്ങളെ പറ്റിയാണ് നമ്മളിത് സൂചിപ്പിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഡു, ഡസ് ഇതിനൊക്കെ പകരം നമ്മൾ ഡിഡ് യൂസ് ചെയ്യും. ഡസ് എന്ന് പറയുന്ന സിംഗുലർ ആയാലും ഡു എന്ന് പറയുന്ന പ്ലൂറൽ ആയാലും നമുക്ക് ഒറ്റ പാസ്റ്റ് ടെൻസേ ഉള്ളൂ, ഡിഡ്. അപ്പോൾ എങ്ങനെയാണ് ഡിഡ് വർക്ക് ചെയ്യുന്നത് നോക്കാം. ഡിഡ് യു ഫോർഗെറ്റ് മീ? നീ എന്നെ മറന്നോ? നോ, ഐ ഡിഡ്ന്റ്. ഹൗ ക്യാൻ ഐ ഫോർഗെറ്റ് യു? ഡിഡ് ദേ കം യെസ്റ്റർഡേ? അവരിന്നലെ വന്നോ? ഡിഡ് ദേ കം എന്ന് യൂസ് ചെയ്താൽ മതി. ചിലർ മിസ്റ്റേക്കായിട്ട് ഡിഡ് ദേ കെയിം എന്ന് പറയാറുണ്ട്, അത് റോങ് ആണ്. ഡിഡ് യൂസ് ചെയ്യുമ്പോൾ ഓൾറെഡി അത് പാസ്റ്റ് ടെൻസിനെയാണ് മീൻ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഡിഡ് കം എന്ന് പറഞ്ഞാൽ മതി. ഡിഡ് കെയിം എന്ന് യൂസ് ചെയ്താൽ അത് റോങ് ആണ്. ഇനി വേറെ ചില എക്സാമ്പിൾസ് നോക്കാം. ഡിഡ് ദേ ഫിനിഷ് ദെയർ വർക്ക്? അവർ അവരുടെ വർക്ക് ഫിനിഷ് ചെയ്തോ? ഡിഡ് യു സ്ലീപ്പ് വെൽ? നീ നന്നായി ഉറങ്ങിയോ? ഡിഡ് ഇറ്റ് റെയിൻ ലാസ്റ്റ് നൈറ്റ്? ഇന്നലെ രാത്രി മഴ പെയ്തോ? ഡിഡ് ഹി ഹെൽപ്പ് യു? അവൻ നിങ്ങളെ സഹായിച്ചോ? ഡിഡ് ദേ പ്ലേ വെൽ? അവർ നന്നായി കളിച്ചോ? ഡിഡ് ദേ കോൾ ബാക്ക്? അവർ തിരിച്ചു വിളിച്ചോ? ഇതിലൊക്കെ നിങ്ങൾ ഈ സെൻറ്റൻസസിലൊക്കെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. സബ്ജക്റ്റ് ഷീ ആണെങ്കിലും ഹി ആണെങ്കിലും ദേ ആണെങ്കിലും പ്ലൂറലാണെങ്കിലും നമ്മൾ ഡിഡാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പം പാസ്റ്റ് ടെൻസിൽ വരുമ്പോൾ നമുക്കൊരു പ്രയോഗമേ ഉള്ളൂ, അത് ഡിഡാണ്. പക്ഷേ പ്രസൻറ്റ് ടെൻസിൽ വരുമ്പോൾ കുറച്ച് വ്യത്യാസമുണ്ട്. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ഡസ്, സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ നമ്മൾ ഡു ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള സെൻറ്റൻസസ് നിങ്ങൾ ഡെയിലി ലൈഫിലുള്ള സംഭവങ്ങളെ ബേസ് ചെയ്തിട്ടുണ്ടാക്കി നോക്കണം. അപ്പം അതുമാത്രമല്ല, അതിൻ്റെ ഡു എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, ഡസ്, ഡിഡൊക്കെ എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടി വന്നത് എന്നുള്ളത് ശ്രദ്ധിക്കണം. അതുമാത്രമല്ല, ഓരോ സെൻറ്റൻസ് നിങ്ങൾ റിപ്പീറ്റായിട്ട് പറഞ്ഞ് നോക്കുകയും വേണം. അപ്പോൾ അത് നമ്മൾ ഒരു ദിവസം ഒരു 10 സെൻറ്റൻസെങ്കിലും ഉണ്ടാക്കി നോക്കിയാൽ, അത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു നോക്കിയാൽ നമുക്ക് ഈ ഒരു ലാംഗ്വേജിനോടുള്ള അറ്റാച്ച്മെൻറ്റ് നമുക്ക് കൂടും. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഓരോ സെൻറ്റൻസ് മേക്കിംഗ് ആണല്ലോ നമുക്ക് ഡിഫിക്കൽട്ടായിട്ട് വരിക. അപ്പോൾ നമുക്ക് പതുക്കെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് സെൻറ്റൻസസ് നമുക്ക് മൈൻഡിൽ വരികയും ചെയ്യും. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ തനിയെ പ്രാക്ടീസ് ചെയ്യാം. നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ വേറൊരു ടോപ്പിക്കായിട്ടും വരാം. അതുവരയ്ക്കും ബൈ ബൈ, ടേക്ക് കെയർ.